എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന പച്ച ഇതിട്ടേക്കുന്ന ബിൽഡിങ് ഇവിടുത്തെ നാഷണൽ ന്യൂസിൻ്റെ ബിൽഡിങ്ങാണ്. അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ജൻസി പ്രക്ഷോഭത്തിൽ അവർ കത്തിച്ചതാണ് ബിൽഡിങ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രം കാണാനായിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഡ്രൈവർ നമ്മുടെ വിക്രം ഭായി തന്നെയാണ്. അപ്പം വിക്രം നല്ലൊരു ഗൈഡും കൂടെ കേട്ടോ, ടൂറിസ്റ്റ് ഗൈഡാണ്. എല്ലാ കാര്യങ്ങളും നല്ല വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നതാണ്. രാവിലെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് ചെറിയൊരു തിരക്ക്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കൂടെ ബാഗ്മതി റിവർ ഒഴുകുന്നുണ്ട്. ഇപ്പം നമുക്ക് പാലത്തിലോട്ട് കയറുമ്പോൾ കാണാം. ഈ സൈഡിൽ റൈറ്റ് സൈഡിലാ ബാഗ്മതി റിവറാ. ഇപ്പോഴത്തെ നേപ്പാളിലെ പ്രധാനമന്ത്രിയായ ബാലൻ ഷാ നമ്മുടെ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കണ്ട ബാഗ്മതി റിവർ അല്ലേ, അപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്ലം ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഫുള്ള് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അത് ക്ലീൻ ചെയ്യാൻ ആൾക്കാർ സമ്മതിക്കുന്നില്ല, സ്ലം ഏരിയാസ് ഒന്നും. അപ്പം ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് നേപ്പാളിലെ പാർലമെൻറ്റ് ഓഫീസാണ്. അപ്പം ഈ പാർലമെൻ്റ് ഒക്കെ കത്തിക്കുകയോ ചെയ്തു. പിന്നെ കത്തിച്ചതിൻ്റെ അതുണ്ട്, കരിഞ്ഞ പാടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇതൊക്കെ കത്തിച്ചായിരുന്നു ഇവിടെ, ഇതൊക്കെ അങ്ങനെ നശിപ്പിച്ചതാ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസമാണ് നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ബാലേന്ദർ ഷാ സ്ഥാനമേറ്റത്. അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പഴയ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നായിരുന്നു. ഇതിവിടുത്തെ എയർ കാർഗോ ഓഫീസാണ്, കസ്റ്റംസ് ഓഫീസ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബാലൻ ഷാ നേരത്തെ കാഠ്മണ്ഡുവിൻ്റെ മേയറായിരുന്നു. നേപ്പാളിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്ററാണ് ഇപ്പോൾ കേൾക്കുന്നത്. 35 വയസ്സേ ഉള്ളൂ. നേപ്പാൾ ഓയിൽ നിഗമായി ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കണ്ടേ. അപ്പോൾ ഓയിലല്ല ഇവിടെ വന്ന് കൊണ്ടുവന്ന സ്റ്റോർ ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിലാണ് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ ഹെഡ് ഓഫീസാണ്. ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നിന്ന് അറൈവ് കാഠ്മണ്ഡു. ബസ് സ്റ്റോപ്പ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗോൾഫ് കോർട്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്. ആദ്യം ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് വരാം. അപ്പോൾ നമ്മൾ പശുപതിനാഥ ക്ഷേത്രത്തിലെത്തി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം, പടിഞ്ഞാറേ നട. അപ്പോൾ പടിഞ്ഞാറേ നട വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നത്. ബുദ്ധ ട്രാവലോൻ്റെ കാഠ്മണ്ഡുവിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേപ്പാളിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം. അപ്പോൾ 5 മുഖങ്ങളുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കർണാടകയിലെ മംഗലാപുരത്ത് നിന്ന ഭട്ട് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ മുഖ്യ പൂജാരിമാർ. ബാഗ്മതി നദിയായി ഒഴുകുന്നത്. ഈ ബാഗ്മതി നദിയുടെ തീരത്താണ് പശുപതിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പശുപതിനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകളൊന്നുമില്ല. ക്രിസ്തുവർഷം 400-ാം ആണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്രമല്ല പുനർനിർമ്മിച്ചതാണ്. ഇവിടുത്തെ പൂജാ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്ന ആദി ശങ്കരാചാര്യസ്വാമികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്ന പൂജാരിമാർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പൂജാരിമാരാണ്. ഭട്ട് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട പൂജാരിമാരാണ്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ കയറി ദർശനമൊക്കെ കഴിഞ്ഞു. പശുപതിനാഥൻ എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ എന്നാണ് അർത്ഥം. ക്ഷേത്രത്തിനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിന് ചുറ്റിനും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഇവിടെ ഈ ചട്ടിക്കകത്ത് തിരി കത്തിക്കുന്ന ഇവിടുത്തെ ഒരു വഴിപാടാണ്. ചട്ടിക്കകത്ത് 1,001 തിരിയുണ്ട് ഒരു ചട്ടിക്കകത്ത്. ഈ തിരി വീട്ടിൽ നിന്ന് നമുക്ക് തീർത്തോണ്ട് വരാം, അല്ലെങ്കിൽ നമുക്കിവിടെ കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് തിരി കൊണ്ടുവന്നിട്ട് നമ്മൾ അകത്ത് കൊണ്ടുപോയി തിരി കത്തിച്ചിട്ട് പിന്നെ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് പശുപതിനാഥ ക്ഷേത്രം. അതുപോലെ തന്നെ പശുപതിനാഥനെ നേപ്പാളിൻ്റെ ദേശദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ശങ്കരാചാര്യസ്വാമികളുടെ ഒരു മന്ദിരം. അപ്പോൾ ഇതിനകത്ത് ശങ്കരാചാര്യസ്വാമികളുടെയും ശിഷ്യന്മാരുടെയും പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ക്ഷേത്രത്തിനകത്തും പുറത്തും അല്ല, ഇതേ പുറത്താണെങ്കിൽ ഇഷ്ടം പോലെ പ്രാവുകളുണ്ട്. ഇതുണ്ടോ. അപ്പോൾ വരുന്നവരൊക്കെ ഇതിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്വാമിമാർ മാത്രമല്ല, ഒത്തിരി സന്യാസിനിമാരും ഉണ്ട്. 2015 ഭൂമികുലുക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഇതൊക്കെ. പക്ഷേ മെയിൻ ക്ഷേത്രത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്ന്. നല്ല തണുപ്പ് കേട്ടോ. ഇത് അരി കേട്ടോ, സിന്ദൂരും അരിയും കൂടെ. നമ്മളവിടെ ചന്ദനം തൊടത്തില്ലേ, അതുപോലെയാണ് ഇവർ ഈ അരി ഇത് തന്നെ. ഇത് ഇവിടുത്തെ ചന്ദനമാണ്. ഇങ്ങനെ ചന്ദനം തൊട്ടായിരുന്നു ഇവിടെ എല്ലാം. കൂടുതലുണ്ടെന്നല്ല, അത് ആ അരി ഇങ്ങനെ ഒരു ബോള് പോലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരുടെയും നെറ്റിയെല്ലാം ഉണ്ട് ഇങ്ങനെ.
പിന്നെ ഇവിടെ ലേഡീസ് എല്ലാം കൂടുതലുണ്ടല്ലോ ചുമപ്പ് ഡ്രസ്സ് ഇട്ട ക്ഷേത്രത്തിൽ വരുന്നത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരുപാട് കടകളുണ്ട്. പക്ഷേ കടകളെല്ലാം പൂജാ സാധനങ്ങളും അതുപോലെ രുദ്രാക്ഷമാലകളും ഒക്കെ കിട്ടും. ഇത് അന്നപൂർണേശ്വരി ക്ഷേത്രം ഇവിടുത്തെ. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിനകത്ത് തന്നെ തൊഴുത്തുണ്ട്. അപ്പോൾ അതിൽ 2 പശുക്കളും ഉണ്ട്. ഇവിടെ ഒരുപാട് രുദ്രാക്ഷങ്ങളൊക്കെ കിട്ടും. നമുക്ക് മാലയായിട്ട് കിട്ടും, അല്ലാതെ ഓരോന്നായിട്ട് കിട്ടും. 5 മുഖങ്ങളുണ്ട്, ഗണപതിയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ സാളഗ്രാം കിട്ടും. അത് ഈ ഗണ്ഡകി നദിയിൽ നിന്ന് കിട്ടുന്ന സാളഗ്രാം. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഡിസൈൻ ഈ സാളഗ്രാമിലൊക്കെ ഉള്ള ഇതുണ്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ സുദർശന ചക്രത്തിൻ്റെ ആ ഒരു ഡിസൈനാണെന്ന് പറഞ്ഞ അകത്ത്. ഇത് സാളഗ്രാം ചെറുതും വലുതും ഒക്കെ. ഇതൊക്കെ വലിയ സാളഗ്രാമുകളാണ്. എല്ലാ കടകളിലും രുദ്രാക്ഷവും സാളഗ്രാമം എല്ലാം കിട്ടും. ഇവിടെ ഉണ്ടല്ലോ ചുമപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചുമപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെവാരി, ഞാൻ പറഞ്ഞിരുന്നില്ലേ, നെവാരി ആൾക്കാർ, കാസ്റ്റിൻ്റെ പേരാണ് നെവാരി. അപ്പോൾ അവരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും അങ്ങനെയുള്ളത് കൂടുതലും ഈ റെഡ് കളറൊക്കെയാണ്. കടകളിലെല്ലാം ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കളർഫുള്ളാണ്. റെഡും മഞ്ഞ. ഇത് വേറെ ക്ഷേത്രമായി തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ എല്ലാം കളറും റെഡാണ്. ഈ ബിൽഡിങ്ങൊക്കെ എത്ര വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടോ. സോഷ്യൽ വെൽഫെയർ സെൻറ്റർ വൃദ്ധാശ്രമം, പ്രായമായവരെ താമസിപ്പിക്കുന്ന സ്ഥലമായത്. ഈ വൃദ്ധാശ്രമം വലിയ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡായത്. ഇത് കണ്ടോ. വാരണാസിയിലെ മണികർണിക ഘട്ട് പോലെ തന്നെ ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ബാഗ്മതി നദിയാണ്. ഈ നദിയുടെ തീരത്തെല്ലാം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സംസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ. മരിച്ചയാളുടെ ബന്ധുക്കളാണ് ഇതൊക്കെ. അപ്പം അതെ, അടുത്ത മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടോ അതെ, അവിടെ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നദിയുടെ കാര്യം ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. കൊണ്ടോ എന്ത് മലിനമായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കി. കുഴമ്പ് പോലെ വെള്ളം. അടുത്ത സംസ്കാര ചടങ്ങുകൾ തുടങ്ങും അവിടെ. കാൽപാദം നനയ്ക്കുന്നത് വെള്ളം തോന്നും കേട്ടോ. ബാക്കി വെള്ളം തളിക്കുന്ന വെള്ളം തോന്നും. ഈ ബാഗ്മതി നദി ഒഴുകി ഇന്ത്യയിൽ ചെന്ന് ഗംഗാനദിയിലേക്കാണ് ചേരുന്നത്. നേപ്പാളിലെ ശിവപുരി നാഗാർജുൻ നാഷണൽ പാർക്കിന് സമീപമുള്ള ബാഗ്ദ്വാർ എന്ന സ്ഥലത്തു നിന്നാണ് ഈ ബാഗ്മതി നദി ഉത്ഭവിക്കുന്നത്. ഈ കാഠ്മണ്ഡു നഗരത്തിലെ മാലിന്യം മുഴുവൻ ഈ നദിയിലേക്കാണ് വരുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹമായത്. അവരുടെ ബന്ധുക്കളൊക്കെ അടുത്തൊക്കെ ഇരിക്കുന്നത്. വലിയ പ്രായമുള്ള ആളല്ലെന്ന് തോന്നുന്നു. ആ കാണുന്ന എല്ലാം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങളാണ്. മരിച്ചവരുടെ ആത്മാക്കൾക്ക് ബലിയിടാനായിട്ട് എത്തിയത് ആൾക്കാരൊക്കെ ഇവരൊക്കെ. അപ്പം ഈ കൊടയുടെ കീഴിലൊക്കെ ഇരിക്കുന്നതൊക്കെ പൂജാരിമാരാണ്. നമ്മൾ വാരണാസിയിലെ മണികർണിക ഘട്ടിൽ എത്തുവാണെങ്കിൽ അവിടെ 24 മണിക്കൂറും ഇങ്ങനെ മൃതദേഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതെ, ആ കാണുന്ന എല്ലാം ഓരോ ക്ഷേത്രങ്ങളാണ്. അതിനകത്തെല്ലാം ശിവലിംഗങ്ങളാണ്, ശിവക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു വാതിലിനകത്തോട് നമ്മൾ നോക്കി ഏറ്റവും അങ്ങേയടുത്ത ക്ഷേത്രത്തിനകത്ത് ശിവലിംഗം വരെ നമുക്ക് കാണാം. ഒരേ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് മുഴുവനും ക്ഷേത്രങ്ങളാണ്. ഇതെല്ലാം ശിവക്ഷേത്രങ്ങൾ. ഇതെല്ലാം അങ്ങ് മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യോധ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന മഞ്ചല, ശവമഞ്ചല. ഇതെല്ലാം മുളയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ പശുപതിനാഥ ക്ഷേത്രം അല്ലാതെ ഇതിന് ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഘട്ടുകളാണ്. ഒരു ജന്മം പൂർത്തിയായി. ഇതിന് ശേഷം ഇതിൻ്റെ ഇതെല്ലാം ചാരവും ഇതെല്ലാം ഈ നദിയിലേക്ക് തന്നെ തള്ളുന്നു. അതന്നെ. ഇവിടെ ഇനി ഒരു പാർവതി ദേവിയുടെ ക്ഷേത്രമുണ്ട്, ഗുഹേശ്വരി മന്ദിരം. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. തേങ്ങാപ്പോൾ ഇരിക്കുന്നു. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തേങ്ങ കേട്ടോ ഇത്. ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പെല്ലാം കയറി നമ്മളത് മുകളിലെത്തി. ഇവിടെയും കുറേ ക്ഷേത്രങ്ങളുണ്ട്, പഴയ ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളേ ഉള്ളൂ. അല്ല, ഇതെല്ലാം ഭൂമികൾക്ക് ഉണ്ടായപ്പം വിള്ളൽ സംഭവിച്ച കേടുപാടുകൾ സംഭവിച്ച. ഇവിടെയൊക്കെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ് നടക്കുന്ന ഒരു ലൊക്കേഷൻ കൂടി ഇത്. ഹിന്ദി സിനിമയുടെയൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഒരുപാട്. ഇവിടെയൊന്നും പൂജയൊന്നുമില്ല കേട്ടോ. അതെല്ലാം അടച്ചിട്ടേക്കുന്നതാണ്. എല്ലാ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ മണികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇതെന്നാ വലിയ മണികളാണെന്നുണ്ടോ. നല്ല വെയിറ്റ് ആട്ടോ. ഇത് ഗുരു ഗോരഖ്നാഥ് മന്ദിറാണ്. ഇതൊരുപാട് പഴക്കമുള്ളൊരു പേരാല. ഇതുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ. ഇതേ മാൻ ഇതിനെ വളർത്തുന്നതാണെന്ന് തോന്നുന്നല്ലോ ഇവിടെ. ക്ഷേത്രത്തിൻ്റെ ആയിട്ട് വളർത്തുന്നതാണെന്ന് തോന്നുന്നു. നല്ല രസമല്ലേ കാണാൻ. രോമം കൂടുതലുണ്ട് ഇത് കണ്ടോ.
ശരിയാട്ടോ, അതിവിടെ തണുപ്പല്ലേ, അതുകൊണ്ടാണ്. നമ്മളെ ചെറിയൊരു മല കയറി വന്നു, കുറേ സ്റ്റെപ്പ് കയറി. മല കയറി ടോപ്പിലുള്ള ഭാഗമായത്. ആ, ഇനി ദേവീക്ഷേത്രം അങ്ങ് താഴെ. അതെ, ഇനിയിപ്പോൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങണം. ഇവിടെ നമുക്ക് ടൗൺ നല്ലപോലെ കാണാമല്ലോ. കാഠ്മണ്ഡു ടൗൺ മൊത്തം കാണാം. ദേ ആ ഒഴുകുന്നതാണ് ബാഗ്മതി നദി. അങ്ങനെ മഞ്ഞുമലകളൊക്കെ കാണാം. മഞ്ഞുമലകളല്ല, കോടമഞ്ഞ് മൂടിയ മലനിരകളൊക്കെ. ആ മഞ്ഞില്ലായിരുന്ന അവിടെയൊക്കെ മലനിരകളൊക്കെ നല്ലപോലെ കാണാമായിരുന്നു. ഗുജേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ആയത്, അതായത് പാർവതി ദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള. അപ്പോൾ ഇവിടെ എല്ലാം ഇതുണ്ടോ, എൻട്രൻസ് ഒളി ഫോർ ഹിന്ദുസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മേളി പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വിവാഹം നടന്നതേ ഉള്ളൂ. വരനും വധു, അതെ, പന്തല. വരനും വധുവൊക്കെ അപ്പുറത്ത് പിന്നെ തൊഴുതുകൊണ്ടിരിക്കുക. അതാണ് വരനും വധുവും. ചടങ്ങുകളൊക്കെ തീരാറായി. പാർവതി ദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇതാ, ശ്രീ ശക്തിപീഠ് ശ്രീ ഗൃഹേശ്വരി മന്ദിർ. ഇവിടെയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇതല്ലേ, എൻട്രൻസ് ഫോർ ദി ഹിന്ദുസ് ഒള്ളി. ഫോറിനേഴ്സ് ഒന്നും അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ബാഗ്മതി നദി കിടന്ന് അക്കരയ്ക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വരും. നദികളൊക്കെ ഉത്ഭവിക്കുന്നിടത്ത് എന്ത് മനോഹരമായിരിക്കും. പക്ഷെ അത് ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അതെല്ലാം മലിനമാക്കപ്പെടുക. ആ, ഇതേ വിശക്കാൻ തുടങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കണ്ടേ? എന്തെങ്കിലും കഴിക്കാം. എവിടെ നോക്കിയാലും രുദ്രാക്ഷമുണ്ട്, എല്ലാ കടയിലും രുദ്രാക്ഷം. നദിയുടെ തീരത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും. ഇതേപോലെ തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ ആ മല കയറി ഇറങ്ങിയാണ് വന്നത്. ഈ മല ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോകുന്നിടത്താണ് പശുപതിനാഥ ക്ഷേത്രവും. ഇതല്ല ഇന്ത്യൻ വണ്ടികളൊക്കെ ഉണ്ട്. UP വണ്ടി, ഇത് മഹാരാഷ്ട്ര വണ്ടി, ഇത് പൂനെ വണ്ടിയാണ് MH14. ഈ മഹാരാഷ്ട്ര വണ്ടിയാണ് ഇവർ ഒത്തിരി ഓഫ് റോഡ് ചെയ്ത് വന്നവരാന്ന് തോന്നുന്നു. ഓക്കെ, എന്നാ ചെളിയാന്ന് നോക്കിയ വണ്ടി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗേറ്റ്. അപ്പം നമ്മൾ ഇതുവഴി അകത്തേക്ക് കയറിപ്പോയത്. ആ ട്രിപ്പ് വെക്കുന്ന വണ്ടിയല്ല, ഇലക്ട്രിക് വണ്ടികളാണ്. ഉണ്ടോ അതിൻ്റെ മോട്ടറാ ബാക്കിൽ കണ്ടോ? ഈ ടൈപ്പ് വണ്ടി ഇവിടെ എല്ലാം ട്രിപ്പ് വയ്ക്കുന്നത് കേട്ടോ. ഒത്തിരി വണ്ടികളുണ്ട്. അതിൽ ഒരുവിധം ആൾക്കാർ കൊള്ളും കേട്ടോ. ആ, നമ്മുടെ വിക്രം ഭായിയുടെ പേരിലുള്ള വണ്ടിയാണ് വിക്രം ടെമ്പോ. ആ, ബാഗ്മതി പ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് കാഠ്മണ്ഡു. കാഠ്മണ്ഡു ടൗണാണ്. 3 ഡിസ്ട്രിക്റ്റ് കൂടുന്നതാണ് കാഠ്മണ്ഡു, ഭക്തപൂര, ലളിത്പൂര. ഇതാണ് 3 ഡിസ്ട്രിക്റ്റ്. ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ കാഠ്മണ്ഡു റിംഗ് റോഡിലേക്ക് കയറി. കാഠ്മണ്ഡുവിനെ ചുറ്റിയുള്ള റോഡാണ് റിംഗ് റോഡ്. വെയിറ്റിംഗ് ഷെഡ് കണ്ടോ? എനിക്ക് ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. ഇന്ത്യൻ വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്. അതുണ്ട് ബീഹാർ വണ്ടി. അത് മുമ്പേ അവിടെ ഒരു AP വണ്ടി ഉണ്ടായിരുന്നു, ആന്ധ്ര വണ്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഞാനൊരു 4-5 ദിവസത്തിന് മുമ്പ് ബുക്ക് ചെയ്തിരുന്നു. എനിക്ക് ഇന്ന് രാവിലെ കൊണ്ട് അത് തന്നു. തരുള്ളൂ, ഫുൾ ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഹാഫെങ്കിൽ ഹാഫ് തരാൻ പറഞ്ഞപ്പോൾ അത് കിട്ടുകയും ചെയ്തു. വലിയ അവൈലബിലിറ്റി ഷോർട്ടേജ് എന്ന് പറയാൻ ഇല്ല ഇവിടെ. നമ്മൾ ഇപ്പം നിൽക്കുന്നത് മഹാരാജ്ഗഞ്ച് ജംഗ്ഷനിലാണ്. ഇവിടെ മഹാരാജ്ഗഞ്ച് ചോക്ക് എന്ന് പറയുന്നു. മഹാരാജ്ഗഞ്ച് ജംഗ്ഷൻ ഓർ മഹാരാജ്ഗഞ്ച് ചോക്ക്. ഈ പച്ച ബസ്സുകളെല്ലാം ഗവൺമെൻറ് ബസ്സുകളാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ എത്തി. അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് അല്ലേ, ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ആ, നമുക്ക് വല്ല മോമോസോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്. അതെ, ഇന്നലെ താലിയില്ല, ഇന്ന് താലി വേണ്ട. താലി പറഞ്ഞാൽ ഇന്ന് 1-1.5 മണിക്കൂർ പോകും. അതെ, അതുകൊണ്ട് പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു. മോമോസും നൂഡിൽസും ഒക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചൗമീൻ എത്തിയിട്ടുണ്ട്, ബാക്കിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇച്ചിരി ചതുരത്തിലുള്ള ചൗമീനാണല്ലോ, മറ്റേ ഉരുണ്ടിരിക്കുന്നതായിരുന്നു മോമോ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്ത മോമോയാണ്. ഇതിൻ്റെ കൂടെയും ചട്നി, 2 സൈസ് ചട്നിയുണ്ട്. മുളക് ചട്നിയുണ്ട്, പിന്നെ വേറൊരു ചട്നിയുണ്ട്. ഈ മുളകിന് നല്ല എരിവുണ്ട്. നല്ലൊരു കേട്ടോ. ആ, ഭുജിലിക്ക പോലെ. ഇതൊരു സ്പെഷ്യൽ മോമോയാണ് കേട്ടോ, സൂപ്പ് മോമോയാണ്, ജ്വൽ മോമോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആ, ഒരു മസാലയുടെ ടേസ്റ്റ്, ഒരു മല്ലിപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇട്ട് തരുമോ? മുത്തേത് അച്ചയുടെ ക്യാപിച്ചിനോ എത്തി കേട്ടോ. ഞാനൊരു ദിവസം പറഞ്ഞു. ആ, താനൊരു പിസ്സ പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ, അത് ആദ്യമേ പറഞ്ഞതാ. പിസ്സ എത്തിയിട്ടില്ല, ബാക്കി ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ വിക്രം ഭായി പറഞ്ഞത് ജനമൊത്തം ഇതിൻ്റെ പേര് അമേരിക്കാനോ. ആ, കടുങ്കാപ്പി അത്രേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു ഹൃദ്രോഗ ആശുപത്രിയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ദന്തൽ ഹോസ്പിറ്റലും സ്കിന്നും എല്ലാം കൂടെ ചേർന്ന. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് അന്തരീക്ഷം എല്ലാം മൂടലായി. ഇന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും തെളിച്ചോയെ. രാവിലത്തെക്കാട്ടിൽ ഇച്ചിരി തെളിച്ചോണ്ട് ഇപ്പോൾ. എന്നാണല്ലേ നമ്മൾ കറങ്ങാൻ ഇറങ്ങി ഒറ്റ ദിവസം മഴ പെയ്തില്ല. മഴ പെയ്തില്ല.
ബുധനീൽകണ്ഠ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ഈ ബസ്സും അങ്ങോട്ടാണ് പോകുന്നത്. അതവിടെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അതെ ആകാശമൊക്കെ തെളിഞ്ഞതേ, മലകളൊക്കെ കാണാം നമുക്കിപ്പം. കാഠ്മണ്ഡു ഒരു വാലിയാണ്, ശ്രീനഗർ പോലെ ചുറ്റും മലനിരകളാണ്. നമ്മൾ ഒത്തിരി മലകൾ കയറി ഒരു ടോപ്പിൽ വന്നിട്ട് പിന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. കശ്മീർ താഴ്വര പോലെ കാഠ്മണ്ഡു താഴ്വര. അപ്പോൾ അതേ ഈ വഴിക്കാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിതിലെ കറങ്ങി അങ്ങോട്ട് ചെല്ലുന്നത്, വീതിയുള്ള വഴിക്ക് പോലെ. ബുധനീലകണ്ഠ എന്ന് പറഞ്ഞ സ്ഥലവും ഇത് തന്നെയാണ്, ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ ആ സ്ഥലം അറിയപ്പെടുന്നു. കാഠ്മണ്ഡു താഴ്വരയിലെ ശിവപുരി കുന്നിൻചെരുവിലുള്ളൊരു ക്ഷേത്രം ഇത് ബുധനീലകണ്ഠ ക്ഷേത്രം. ബുധനീലകണ്ഠ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഭഗവാൻ ശിവൻ്റെ ക്ഷേത്രമാണ്, പക്ഷേ ഇത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ് ഇതെല്ലാം അതുകൊണ്ട് എന്ത് മനോഹരമാണ് നോക്കി ബിൽഡിങ്ങെ കാണാൻ. മഠാധീശ ഭവൻ, ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഇതാ. അതായത് വെള്ളത്തിൽ മലർന്നു കിടക്കുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനന്തശയന രൂപമാണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ മലർന്നു കിടക്കുന്ന ഭഗവാന്റെ രൂപമാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലകത്ത് ആ സൈഡിലിരുന്ന വെള്ളത്തിലെ അടിയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ പ്രതിബിംബം താഴെയും കാണാം, വെള്ളത്തിനടിയിലും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ കറങ്ങി പോയി ക്ഷേത്രത്തിന് വലം വെച്ചത് ഇതിലേ വന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാം. എന്ത് കടകളല്ലേ. ഇനി നമ്മൾ പോകുന്നത് സ്വയംഭൂനാഥ് ക്ഷേത്രത്തിലേക്കാണ്. ഇന്ന് മൊത്തം ആത്മീയതയാണ്. അതെ അതെ, ക്ഷേത്രങ്ങളിൽ കൂടി തന്നെയാണ്. അല്ല ഇവിടെ മെയിനായിട്ട് കാണാനുള്ള ക്ഷേത്രങ്ങളാണ്. ഒരു സ്കൂൾ ബസ്സാണ്. ദിവാകരൻ ഇന്ന് നേരത്തെ ഉദിക്കാൻ മറന്നു പോയതാന്ന് തോന്നുന്നു, വൈകുന്നേരം ആയപ്പോഴാണ് ഓർത്തേന്ന് തോന്നുന്നു. ഇവിടെ നല്ല അടിപൊളി ഒരു വെയിറ്റിംഗ് ഷെഡല്ലേ നോക്കി, എന്ത് രസമാണ് കാണാൻ. ഇവിടെ ഉണ്ണിച്ചേട്ടാ എപ്പോഴാണ് മഴ പെയ്യുന്നത്? മാക്സിമം മഴ തുടങ്ങുന്നത് ജൂലൈ തൊട്ടാണ്. ജൂലൈ തൊട്ട് മഴ തുടങ്ങും. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയങ്ങളിലാണ് കൂടുതലും മഴയുണ്ടാകും. അത് ചെറിയ തണുപ്പേ ഉണ്ടാകുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒക്ടോബർ ഒരുവിധം തണുപ്പ് കുറഞ്ഞു നിൽക്കും, മഴയുണ്ടാകും, കുറവായിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് നവംബർ തൊട്ട് തണുപ്പ് തുടങ്ങും. തണുപ്പ് എത്ര വരെയൊക്കെ വരും ഇവിടെ തണുപ്പ് കാലത്ത്? തണുപ്പ് കാലത്ത് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് ഒരു -1, -2 അതുവരെ മാത്രമേ ഉള്ളൂ അല്ലേ? അതുവരെ ഇതുവരെ അനുഭവപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാഠ്മണ്ഡുവിൽ. പിന്നെ ഹിൽസിലേക്കൊക്കെ കൂടുതലും മൈനസും പിന്നെ 12, 14 ഒക്കെ വരെ പോകുന്ന സ്ഥലങ്ങളും അതുമല്ല സ്നോഫോൾ ഒക്കെ ഉള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അല്ല നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയൊക്കെ ഇവിടെ അല്ലേ, നേപ്പാളിലല്ലേ? അപ്പൊ മൈനസ് എത്ര വരെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതുമല്ല ചൈനീസ് ബോർഡർ ഒക്കെ ഭയങ്കര തണുപ്പ് വരുന്ന സ്ഥലങ്ങളായിരിക്കും. ഇതെല്ലാം ബസ് പാർക്കിംഗ് ഏരിയ അല്ല, ഇഷ്ടം പോലെ ബസ്സും ഉണ്ട്, തിരക്കും ഉണ്ട്. ഇപ്പൊ നമ്മൾ കയറുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇവിടുത്തെ പുതിയ ബസ് പാർക്കായത്. ലോങ് സർവീസ് ബസ്സുകളല്ല ഇവിടുന്ന് പോകുന്നത്, തുടങ്ങുന്നത് അല്ലേ? അത് ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വണ്ടി ബസ്സിന് കയറാൻ. നല്ല ബസ് സ്റ്റേഷനാണല്ലോ ഇവിടെ. സിറ്റി ബസ് ഡിപ്പാർച്ചർ ഏരിയ അല്ലേ? കാഠ്മണ്ഡുന്ന് പൊക്രയ്ക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. ഇതെല്ലാം ലോങ് സർവീസ് ബസ്സുകളാണെന്ന് തോന്നുന്നു ഈ കിടക്കുന്നതല്ല. അതല്ല ഇവിടുന്ന് തന്നെ അതുപോലെ നമ്മുടെ ബോർഡറിലേക്ക്, ഇന്ത്യൻ ബോർഡറിലേക്കുള്ള ബസ്സുകളുണ്ട്. നേപ്പാൾഗഞ്ച്, ബദിയ, കാഠ്മണ്ഡു അല്ല, എല്ലാം ഇതെല്ലാം നൈറ്റ് സർവീസ് ബസ്സാണ്. സൊനോലിക്കും ബീർഗഞ്ചിനും ഒക്കെ പോകുന്ന ബസ്സുകളുണ്ട്. ഇതുണ്ട് റെവ എന്ന് പറഞ്ഞ വണ്ടി. ഇത് പണ്ട് ബാംഗ്ലൂരൊക്കെ കാണാമായിരുന്നു ഇടയ്ക്ക്, ഇപ്പം കാണുന്നില്ല ഇങ്ങനെ. ഇത് കൂട്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്നാന്ന് വെച്ചാൽ 260% ടാക്സാണ്. ഇതുണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ എത്ര ഹയാസ് കിടക്കുന്നത് എനിക്ക്. അതെല്ലാം ഇതുപോലെ ലോങ് ട്രിപ്പ് ഷട്ടിൽ സർവീസ് നടത്തുന്ന വണ്ടികളാണ്. ഏതൊക്കെയായാലും നമ്മളിവിടെ വന്നിട്ട് സൂര്യൻ ഇന്നാണ് കൂടുതൽ തെളിഞ്ഞേക്കുന്നത്, 2-3 ദിവസമായിട്ടേ. ഈ ചോക്കിൻ്റെ പേരാണ് ബാലാജു ചോക്ക് എന്ന് പറഞ്ഞാൽ ബാലാജു ജംഗ്ഷൻ. ചോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ജംഗ്ഷനാണ്. ഇതെല്ലാം ലോറികൾ പാർക്ക് ചെയ്തേക്കുന്നത്, ലോറിയും ബസ്സും ഉണ്ട്. അല്ല ഈ സൈഡ് മുഴുവൻ ഇഷ്ടംപോലെ ലോറികൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ ലോഡും കൊണ്ടുവന്ന വണ്ടികളായിരിക്കും. ഇനി അടുത്ത ലോഡ് എടുത്ത് പോകാനൊക്കെ കിടക്കുന്നവരായിരിക്കും. ലോക്കൽ വണ്ടികൾ, ഇവിടുത്തെ നേപ്പാളിലെ വണ്ടികൾ. ഇങ്ങോട്ട് മൊത്തം വലിയ വണ്ടികൾ തന്നെയാണല്ലോ, ബസ്സും ലോറിയും. വർക്ക്ഷോപ്പ് ഏരിയ ഇവിടുത്തെ പിക്കപ്പ് സ്റ്റാൻഡാണ്. എനിക്ക് 3-4 കിടക്കുന്നത്. മണലും മെറ്റലും ഒക്കെ ഈ വണ്ടിയെല്ലാം കൂടുതലും വരുന്നത്, സിമെൻറ്റും ഒക്കെ കൊണ്ടുവരുന്നത്. എവിടെയെല്ലാം ആ വണ്ടിയെല്ലാം വന്ന് ഇവിടെ ലോഡ് ഇറക്കുന്ന ലോറികൾ. ഇതെല്ലാം ട്രാൻസ്പോർട്ട് ഏരിയ. അതെ, ലോഡ് ഇറക്കുകയോ കയറ്റുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പാഴ്സൽ വണ്ടികൾ. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് കമ്പനികളുടെ ഗോഡൗൺ. അതാ വണ്ടികൾ അത്രയും അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മളതേ സ്വയംഭൂനാഥ് ക്ഷേത്രത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. അതെ, ക്ഷേത്രത്തിനടുത്തെത്തി. ഇതുണ്ട് ഈ മതിലേ കൂടെ എല്ലാം കണ്ടോ, സൈഡിൽ കൂടെ എല്ലാം പ്രയർ വീലാണ്.
ഇവിടെ എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ ബുദ്ധ സ്തൂപങ്ങൾ കാണാം. ആ ബിൽഡിങ് കണ്ടോ എന്താ രസമെന്ന് നോക്കി. ഇതിപ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് വന്നു ചുറ്റി. ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ പ്രയറിയിലുണ്ട്. കാഠ്മണ്ഡു താഴ്വരയിലെ പുരാതനമായ ബുദ്ധമത കേന്ദ്രമാണ് സ്വയംഭൂനാഥ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെ പ്രയർ വീൽ കാണും. ഇതുകൊണ്ട് ഇതൊക്കെ വലിയ പ്രയർ വീലാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പ്രയർ വീലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറി ഈ മലയുടെ മുകളിലെത്തണം. അവിടെയാണ് സ്വയംഭൂനാഥ ക്ഷേത്രം. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും ഇതുപോലെ ബുദ്ധൻ്റെ മനോഹരമായ ശില്പങ്ങൾ കാണാം ഇഷ്ടം പോലെ. നമ്മുടെ യോധ സിനിമയുടെ ലൊക്കേഷനാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതെല്ലാം ടിബറ്റൻ ഫ്ലാഗുകളാണ് ഇത് മുഴുവനും. അപ്പോൾ ഇതിലെല്ലാം ഓരോ മന്ത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്. ഇതുണ്ടോ ഇതെല്ലാം കൈകൊണ്ട് തുന്നുന്നതാണ്. ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. എംബ്രോയിഡറി ഏതുണ്ടോ? And this is the making part, is the back side. This is front side, and these are thread. After cut, and then come like that. അതങ്ങനെ ചെയ്തിട്ട് കത്രിക വെച്ച് മുറിച്ചിടും. After cut, ആ അങ്ങനെ കട്ട് ചെയ്യണോ? ആ അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സ്തൂപങ്ങളുണ്ട്. ഇതിലേ വരുമ്പോഴേ കുറച്ച് നടക്കാനുണ്ട് കണ്ടോ. നീ കുറച്ചേ ഉള്ളൂ. ഇതേ ആ മോളിൽ കാണുന്ന അതേ എങ്ങനെ കാണുന്നു. ഇവിടെ നിന്ന് ഇച്ചിരി തൂക്ക് കയറ്റോ. മലയുടെ പകുതി എത്തിയതേ ഉള്ളൂ. അങ്ങോട്ട് നോക്കിയേ, കാഠ്മണ്ഡു സിറ്റി. മഞ്ഞിറങ്ങി, കോടമഞ്ഞ്. തണുപ്പുണ്ട് കേട്ടോ, നല്ലേ തണുപ്പായി. ഈ ടിബറ്റൻ ഫ്ലാഗിൻ്റെ ഓരോ കളറിനും ഓരോ മീനിങ് ഉണ്ട്. ഇത്രയും നേരം ചെറിയ ചായവുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുത്തനെയുള്ള പടികളാണ്. ഈ ഫ്ലാഗ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. കുത്തുകയറ്റം കയറി നമ്മൾ എത്താറായി. മുക്കാൽ ഭാഗം കഴിഞ്ഞു. മുക്കാൽ ഭാഗം കയറി കഴിഞ്ഞു. അങ്ങ് നോക്കി കാഠ്മണ്ഡു ടൗൺ കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇവിടുന്ന് കാണാൻ. ആകാശം ക്ലിയറും കൂടെ ആയിരുന്നേ നല്ല വ്യൂ ആയിരുന്നേനെ. സ്വയംഭൂനാഥ് ക്ഷേത്രത്തിന് മങ്കി ടെമ്പിൾ എന്നൊരു പേരുണ്ട്, കാരണം ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് സാർക്ക് കൺട്രികൾക്ക് 50 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ SARC എന്ന് പറയും. സൗത്ത് ഏഷ്യൻ കൺട്രികൾക്കായി ഇപ്പോൾ നമ്മൾ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അങ്ങനെയുള്ള കുറച്ച് കൺട്രികളാണ്. അപ്പോൾ നമുക്ക് 50 രൂപ, അല്ലാണ്ട് ഫോറിനേഴ്സിനൊക്കെ 200 രൂപ. അങ്ങനെ അതെ സ്റ്റെപ്പെല്ലാം കയറി നമ്മൾ മുകളിലെത്തി. അതിനകത്ത് തൂക്കായിട്ടുള്ള കയറ്റവും അത് തന്നെയല്ല, ഭയങ്കര സ്റ്റെപ്പിന് ഭയങ്കര പൊക്കമാണ്. ഇതാണ് സ്വയംഭൂനാഥ് ടെമ്പിൾ. സ്വയംഭൂനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് അർത്ഥം. അപ്പോൾ ഈ സ്തൂപം നേപ്പാളിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്തൂപങ്ങളിലൊന്നാണ്. 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്തൂപത്തിന് 4 വശത്തും ഇതുപോലെ കണ്ണുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും അത് ഒരേപോലെ ഇരിക്കും. ഈ സ്തൂപത്തിലെ ബുദ്ധൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെയും കരുണയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്തൂപത്തിന് ചുറ്റും ഇഷ്ടംപോലെ പ്രയർ വീലുകളുണ്ട്. ഈ മലയുടെ മുകളിൽ ഇത്രയും വലിയൊരു ക്ഷേത്രമൊക്കെ പണിയണ എന്തു കഷ്ടപ്പെട്ട് കാണുമല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ്. ഇതെല്ലാം സ്തൂപങ്ങളാണ്. ഇതിൻ്റെ മുകളിലേക്ക് വണ്ടിയൊന്നും കയറി വരില്ല, സ്റ്റെപ്പ് തന്നെ കയറി വരണം. നമ്മൾ കയറി വന്നപ്പോൾ കുത്തനെയുള്ള സ്റ്റെപ്പാണ് കയറി വന്നത്. പക്ഷേ ഇവർ വന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ ചായവുള്ള സ്റ്റെപ്പ്, കുറച്ച് സ്റ്റെപ്പ് പിന്നെ നേരെ നടക്കാം, അങ്ങനെ അതുവഴിയാണ് കയറി വന്നത്. അതുകൊണ്ട് ഇവർ നേരത്തെ വന്നു ഇവിടെ. അപ്പോൾ അത് രാത്രി ആയപ്പോഴത്തേനും മഴക്കാരൊക്കെ പോയി, സമയം 6:30 കഴിഞ്ഞു. ആകാശം നല്ല നീല കളറിൽ, ആ ലഡാക്കിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ള കളറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നല്ല കടുനീല കളർ. അപ്പോൾ അതേ കാഠ്മണ്ഡു ടൗണിൻ്റെ രാത്രിയിലത്തെ കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഇനി ഇന്നത്തെ കറക്കമൊക്കെ മതിയാക്കി നമുക്ക് പതുക്കെ മലയിറങ്ങാം. ഇറങ്ങിയേക്കാം. ചെറിയ തണുപ്പും തുടങ്ങി. അതുണ്ടോ കാഠ്മണ്ഡുവിൻ്റെ ചുറ്റും മലനിരകളാണ്. ആ മലയിൽ ഫുള്ള് വീടുകളുള്ളതാണ്. ബാക്കി ഇത് അതിലെല്ലാം മലകളാണ്. ഈ ചുറ്റും മല, ആ മലയുടെ ഇടയ്ക്കുള്ള താഴ്വരയാണ് കാഠ്മണ്ഡു വാലി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങി വന്നാൽ വേറൊരു വഴിക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഈ 2 വഴിക്ക് ആ മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നു. ഇതുണ്ട്, ഇവിടെ വലിയൊരു മണിയുണ്ട്. ഇവിടെ എല്ലാ സ്തൂപങ്ങളുണ്ട് ഇഷ്ടം പോലെ. അതും കണ്ടോ എന്ത് മനോഹരമായൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു വന്ന് നോക്കി. വേൾഡ് പീസ് ഫോണ്ട് ആക്ഷൻ ഗ്രൂപ്പ് 1998 മേ പീസ് പ്രിവെയിൽ ഓൺ എർത്ത്. ഭൂമിയിലെങ്ങും സമാധാനം പരക്കട്ടെ. നമ്മൾ വന്ന ഹൈവേയുടെ സൈഡിൽ നിന്നുള്ള മെയിൻ എൻട്രൻസ് ഇതാ. അപ്പോൾ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചു. ഇതിനകത്ത് ബുദ്ധൻ്റെ മനോഹരമായ കുറേ ശില്പങ്ങളുണ്ട്. 3 മെയിനായിട്ട് വലിയ 3 ശില്പങ്ങൾ. ഇവിടെ ബുദ്ധൻ്റെ 3 ഭാവത്തിലുള്ള 3 മനോഹരമായ ശില്പങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി വന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെയും ബുദ്ധൻ്റെ ശില്പങ്ങളും അതുപോലെ തന്നെ ബുദ്ധ സ്തൂപങ്ങളും ഉണ്ട്. എല്ലാം നല്ല കളർഫുള്ളാണ്.
അപ്പോൾ അതേ വീട്ടിലെത്തി. ഇനിയിപ്പം ഏകേലും വന്നല്ലേ, അപ്പം നാളെ നമുക്ക് ഒരു ദിവസം കൂടെ കറങ്ങാം അല്ലേ? നാളെ ടൗണിൽ കുറച്ച് സ്ഥലം കൂടെ പോവാം. മുത്ത് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങാൻ നിന്നേ. ഇല്ലെങ്കിൽ നേരെ തിരിച്ചു പോവുള്ളായിരുന്നു. അപ്പം മുത്തിന് പോകേണ്ട സ്ഥലമൊക്കെ നാളെയാണ് പോകണ്ടേ. അപ്പോൾ അവിടെ പോയിട്ട് അടുത്ത ദിവസം നമുക്ക് ഇവിടുന്ന് തിരിച്ചേക്കാം. അപ്പോൾ സമയം രാത്രി 8 മണിയായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.